ഗ്രാമവാസികളെ കണ്ടു എന്ന് വിചാരിച്ച് എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഗ്രാമവാസികളെ കണ്ടിരുന്നു, ആക്രമിക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ കണ്ടിരുന്നു, അവരെ ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ പ്രിയങ്ക പോകുമ്പോൾ മാത്രമാണ് യോഗി ആദിത്യനാഥിന് പ്രശ്നമുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രശ്നം യോഗി പല രീതിയിലും പ്രകടമാക്കുകയും പ്രിയങ്കയെ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് യോഗി കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ യോഗിക്കൊരു തെറ്റുപറ്റിപ്പോയി. മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയിൽ പ്രിയങ്കയെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് യോഗിയുടെ ഏറ്റവും വലിയ പരാജയം. പ്രിയങ്ക അതിനെ പ്രതിരോധിച്ചു, ജനാധിപത്യ രീതിയിൽ പ്രതിരോധിച്ചു. ഒടുവിൽ പ്രിയങ്ക കാണാൻ വേണ്ടി പോയ ആളുകൾ പ്രിയങ്കയെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വരുന്ന ഒരു കാഴ്ച കണ്ട് യോഗി സർക്കാർ ഞെട്ടിപ്പോയി, പോലീസുകാർ ഞെട്ടിപ്പോയി. കാരണം അവിടെയുള്ള കുടുംബങ്ങളൊക്കെ ഒന്നിച്ചു വന്നുകൊണ്ട് പ്രിയങ്കയെ ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്ന ഒരു കാഴ്ച അവർ കാണാനിടയായി. അവസാനം പ്രിയങ്കയുടെ പ്രതിഷേധത്തിന് മുന്നിൽ യോഗി സർക്കാർ മുട്ടുമടക്കുന്നു. ഒടുവിൽ പ്രിയങ്കയെ നേരിട്ട് കൊണ്ടുപോയി യോഗി സർക്കാരിന് അല്ലെങ്കിൽ യോഗിയുടെ പോലീസിന് ഗ്രാമവാസികളെ കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അവസാനം പ്രിയങ്ക ഗ്രാമവാസികളെ കാണുന്നു, അവർ പൊട്ടിക്കരയുന്നു. പ്രിയങ്ക നിലത്തിരുന്നു കൊണ്ട് ആ കുടുംബങ്ങളോട് അവരുടെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചറിയുന്നു. ഒടുവിൽ പ്രിയങ്കയും അവരോടൊപ്പം പൊട്ടിക്കരയുന്നു. ആ ദൃശ്യം തന്നെ വൈറലായതാണ്. അവസാനം അവിടെ നിന്ന് തന്നെ ഒരു പ്രഖ്യാപനം പ്രിയങ്കയിൽ നിന്ന് കടന്നു വരുന്നു. ആക്രമിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ പ്രിയങ്ക കോൺഗ്രസിന്റെ പേരിൽ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവിടെ BJP ഏറ്റുവാങ്ങിയത്. 2022 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പ്രിയങ്കയെ UP-യിലേക്ക് അയക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ആ പ്രഖ്യാപനം വലിയ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം യോഗി സർക്കാർ പോലും കൃത്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ പ്രിയങ്ക അവർക്ക് വേണ്ടി അറസ്റ്റ് വരിക്കുന്നു. അതിനുശേഷം അവരിലേക്ക് എത്തപ്പെടാൻ വേണ്ടി പ്രതിഷേധങ്ങൾ നടത്തുന്നു, സമരം നടത്തുന്നു. ഒടുവിൽ അവരിലേക്ക് എത്തിയതിനു ശേഷം മഹാപ്രഖ്യാപനം നടത്തുന്നു 10 ലക്ഷം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കെന്ന്. ഇത് വലിയ ചർച്ചയാക്കപ്പെട്ടു. പൊതുജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനോടുള്ള ഒരു അടുപ്പം ഒന്നുകൂടി യോഗിയുടെ ചില അനാവശ്യ ഇടപെടലുകൾ മൂലം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റ തിരിച്ചടിക്ക് പ്രിയങ്കയുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു തിരിച്ചുവരവ് സാധ്യമാണ് എന്നുള്ളതിനെ വിളിച്ചോതുകയാണ് ഇന്ന് നടന്ന UP-യിലെ സംഭവ വികാസങ്ങൾ. ഒപ്പം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന സമയത്ത് പ്രിയങ്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് നെഹ്റു നടത്തിയ കൂട്ടക്കൊലയല്ല, മറിച്ച് യോഗി സർക്കാരിന്റെ ചില മോശമായ ഇടപെടലിലൂടെ നടന്നുപോയ കൂട്ടക്കൊലകയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരും, ഇപ്പോൾ പോകുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി അവിടെ വെച്ച് പറഞ്ഞത്. ഇത് യോഗിക്കുള്ള ഒരു താക്കീത് തന്നെയാണ്. കാരണം അനാവശ്യമായ ഇടപെടലിലൂടെ പ്രിയങ്ക ഗാന്ധിയെ ഒരുപാട് സമയം വെറുതെ തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് യോഗി സർക്കാരിന്റെ അനാവശ്യ ഇടപെടലാണ്. ആ അനാവശ്യ ഇടപെടലിനെ ചോദ്യം ചെയ്യാൻ താൻ തിരിച്ചു വരും എന്നുള്ള ഒരു ശക്തമായ താക്കീതാണ് യോഗി സർക്കാരിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധി നിലവിലിട്ട് കൊടുത്തത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.